ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിൽ കശ്മീർ ജനത. ബന്ദിന് ആഹ്വാനം ചെയ്ത കശ്മീർ ജനത സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീനഗറിലെ പോലീസ് ആസ്ഥാനത്തേക്ക് പ്രകടനം നടത്തി. പഹൽഗാമിലെത്തിയ വിനോദസഞ്ചാരികളുടെ കൂട്ടപ്പലായനം ഹൃദയഭേദകമാണെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രതികരിച്ചു. 2019 ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണത്തിന്റെ നടുക്കത്തിലാണ് കശ്മീർ ജനത. ഭൂമിയിലെ സ്വർഗത്താഴ്വാരത്തിലേക്ക് അക്രമമഴിച്ചുവിട്ട ഭീകരർ കൊലപ്പെടുത്തിയത് സാധാരണക്കാരെയും വിനോദസഞ്ചാരികളെയും. ഇതോടെ ദിനംപ്രതി വിദേശികളടക്കം ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെത്തുന്ന മേഖല ആളൊഴിഞ്ഞ ദുരന്ത താഴ്വരയായി. വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ മണ്ണിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കായി കശ്മീർ ജനത ഹർത്താൽ ആചരിച്ചു. ദുരന്തത്തിന്റെ വേദന താങ്ങാനാവാതെ കശ്മീർ ജനത കണ്ണീരണിഞ്ഞു. കടകമ്പോളങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടന്നു. കശ്മീർ മണ്ണിൽ സമാധാനം വേണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ ഭേദമന്യേ തെരുവിലിറങ്ങി. ശ്രീനഗറിലെ പോലീസ് ആസ്ഥാനത്തേക്കായിരുന്നു പ്രതിഷേധ പ്രകടനം. കൺമുന്നിൽ ഭീകരർ നിറയൊഴിച്ച് കൊലപ്പെടുത്തിയ മകനെയോർത്ത് തേങ്ങിക്കരയുന്ന അമ്മയുടെ വിലാപവും കണ്ണീരണിയിച്ചു. കുതിരസവാരിക്കാരനായ പഹൽഗാം സ്വദേശി സയ്യിദ് ഹുസൈനാണ് കൊല്ലപ്പെട്ടത്. കശ്മീരിലെത്തുന്ന വിനോദസഞ്ചാരികൾ അതിഥികളാണെന്നും ജനങ്ങളെ മതത്തിന്റെ പേരിൽ വിഭജിക്കാനാണ് ഭീകരർ ശ്രമം നടത്തിയതെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും MLAയുമായ മുഹമ്മദ് യൂസഫ് തരിഗാമി. Any tourist is a guest for all of us here. There is no question of discrimination. Terrorists and those who are not having anything good to offer to the people might use this stick of dividing Hindu-Muslim right from Kanyakumari to Kashmir. ഭീകരാക്രമണത്തിന് പിന്നാലെ കശ്മീരിൽ നിന്നും വിനോദസഞ്ചാരികളുടെ കൂട്ടപ്പലായനമാണ്. വിനോദസഞ്ചാരികളുടെ കൂട്ടപ്പലായനം ഹൃദയഭേദകമാണെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രതികരിച്ചു. ആക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ജമ്മു കശ്മീർ സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി.